എന്റെ മുഖത്തെ സന്തോഷത്തിന് കാരണം എന്താ നിങ്ങൾക്കറിയോ? അതെ, പൂജ ഹോളിഡേസിന്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. എന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ ഗുരുവായൂരാണ് പഠിക്കുന്നത് എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ആദ്യമൊക്കെ ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ട്രെയിനിനായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കാസർഗോഡ് വരെ, അതായത് എന്റെ വീടായ ചിറ്റാരിക്കാല് വരെ ട്രെയിനിന് പോകുന്നതിനേക്കാൾ എളുപ്പം ബസ്സിന് പോകുന്നതാണ്. അതാവുമ്പോൾ ഒറ്റയിരുപ്പിൽ കാര്യം കഴിഞ്ഞല്ലോ. എന്റെ ബസ് 9:15 ഞാൻ പിന്നെ ഗുരുവായൂരൊക്കെ ഇങ്ങനെ വെറുതെ കറങ്ങാന്നൊക്കെ വിചാരിച്ചു. ഈ രാത്രി ഗുരുവായൂർ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ഏത് സമയത്ത് പോയാലും തിരക്കിനൊന്നും യാതൊരു കുറവില്ല കേട്ടോ. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ല, എപ്പോ വേണമെങ്കിലും ആൾക്കാരെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഞാനിവിടെ കുറച്ചേരം പോലീസ് കൺട്രോൾ റൂമിന്റെ താഴെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിശപ്പിന്റെ വിളി വന്നത്. പിന്നെ ഒരു ബട്ടൂരയിൽ എന്റെ വിശപ്പ് മാറാത്തോണ്ട് ഞാൻ 2 ബട്ടൂര ഓർഡർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ദൂരെ നിന്ന് ആനപ്പാപ്പാൻ ആനേനെ പാർക്ക് ചെയ്തത് ഞാൻ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ആനേന്റെ അടുത്തേക്ക് പോയി. ആനേനെ കാണുമ്പോൾ ഏത് പ്രായത്തിലും നമുക്കൊരു വീക്ക്നെസ് ആണല്ലോ. നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങിയപ്പോൾ എന്റെ ബസ്സിന്റെ സമയമായി. ഞാൻ ബസ് കയറിയിട്ട് അത്യാവശ്യം നല്ല ദൂരമുള്ളത് കൊണ്ട് 9:15 കയറി ഞാൻ 6:15 കേട്ടോ വീട്ടിലെത്തിയത്. ഇവിടെതാ ഒരാൾ കൂർക്കം വലിച്ചുറങ്ങണം. ക്യൂട്ട്നെസ് വാരി വെതറി അനിയന്താ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന എന്റെ ഏറ്റവും വലിയ സമാധാനം ഇതാണ്.